5 വർഷങ്ങൾക്ക് ശേഷം. ആരുട്ടാ മോനെ, അമ്മ പറയുന്നത് കേൾക്ക്, ഈ പാൻ്റ് ഒന്ന് ഇടടാ. ആമി 4 വയസ്സായ തന്റെ കുഞ്ഞിന്റെ പിറകെയുള്ള ഓട്ടത്തിലാണ്. നീ എന്നെ ഇട്ട് വെറുതെ ഓടിക്കല്ലേ. ദേ അച്ഛൻ വരുന്നതിന് മുമ്പ് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടാണ് പോയത്. അമ്മയുടെ പൊന്നല്ലേ, ഒന്ന് നിൽക്കടാ. ആമി ഓടി ഉമ്മറത്തേക്ക് ഇറങ്ങി. മുറ്റത്തെ മാവിന്റെ ചൂടിൽ നിന്ന് ഒരു മാങ്ങയും എടുത്ത് ആരോടി ആമിയുടെ അടുത്ത് വന്ന് നിന്നു. അവൻ കുഞ്ഞിരിപ്പല്ല് കാട്ടി ചിരിച്ചു. ആമി തലയ്ക്ക് കൈവച്ച് നിന്നു. ഇത് ആമിയുടെയും ആദിയുടെയും ഒരേ ഒരു ആൺതരി, ആരവ് ആദിനാഥ്. ആമി അവന്റെ കയ്യിൽ നിന്ന് മാമ്പയും പിടിച്ചു വാങ്ങി അവനെ എടുത്ത് ചാരുപടിയിൽ കയറ്റി നിർത്തി പാൻ്റ് ഇടിപ്പിച്ചു. എന്നാൽ ആരവിന്റെ മുഖം കടന്നൽ കുത്തേറ്റതുപോലെ ആയിരുന്നു. എന്താണ് ചെറുക്ക, മുഖക്കൊരു കൊട്ടയുണ്ടല്ലോ, അവൾ കുഞ്ഞിന്റെ കവിളിൽ കുത്തിക്കൊണ്ട് ചോദിച്ചു. ഇപ്പോഴാണ് ഗേറ്റ് കടന്ന് ആദിയുടെ കാറ് വന്ന് നിന്നത്. അത് കണ്ടതും ആരവിന്റെ മുഖം തെളിഞ്ഞു. അവൻ ചാരുപടിയിൽ നിന്ന് ചാടി ഇറങ്ങി മുറ്റത്തേക്ക് ഓടി. പതിയോട് മോനെ, ആമി വിളിച്ച് പറയുന്നുണ്ട്. അവരൊന്നും ചെവി കൊണ്ടില്ല. ആദ്യ കാറിൽ നിന്നിറങ്ങി ആരവിനെടുത്ത് പൊക്കി. ആരു അവന്റെ കവിൾ ഒരു ഉമ്മ കൊടുത്തു. പിന്നീട് കൈ പോക്കറ്റിലേക്ക് നീങ്ങി. അവൻ ആവശ്യമുള്ളത് കിട്ടിയപ്പോൾ അവന്റെ മുഖം 14 രാവ് പോലെ തിളങ്ങി. ഇനി കുറച്ചുകൂടെ വാങ്ങിക്കൊടുക്ക്. ചോക്ലേറ്റ് തിന്നിട്ടാണ് അവന്റെ പല്ലിങ്ങനെ പുഴു തിന്നത്. നിങ്ങളാണ് അവനെ ഇങ്ങനെ കീടാക്കുന്നത്. പടി കയറി വരുന്ന ആദ്യം നോക്കി അവൾ കനപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു നൈറ്റിയാണ് അവളുടെ വേഷം. മുടി ഈറം കേട്ടിട്ടുണ്ട്. ആദ്യം ഞാൻ സ്ഥിരം നിനക്കായിരുന്നു ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടു വന്നിരുന്നത്. ഇപ്പോൾ അതെന്റെ മോനായി. അതിന്റെ കണ്ണുകടിയല്ലേ നിനക്ക്. ആദ്യം അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഇനി എന്റെ മേലേക്ക് പോരെ. അച്ഛന് മോൻ എന്താന്ന് വെച്ച ചെയ്യും. എനിക്ക് ഒരുങ്ങാനുണ്ട്, ഞാൻ പോണ്. ആമി മുഖം കയറ്റി പിടിച്ച് തിരിഞ്ഞു നടന്നു. എന്തിനാണ് എന്നും അച്ഛനിങ്ങനെ അമ്മയുടെ അടുത്ത് വായിക്ക് കേൾപ്പിക്കുന്നേ? ആദ്യം ദയനീയതോടെ കുഞ്ഞിനെ നോക്കി പറഞ്ഞു. ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. നിഷ്കളങ്കത മുഖത്ത് ആവോളം വിതറിക്കൊണ്ട് ആര് പറഞ്ഞു. എനിക്കറിയില്ല നിന്നെ. അവൻ അത്രമാത്രം പറഞ്ഞ് അകത്തേക്ക് കയറി. അടുക്കയിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ച് രണ്ടുപേരും മുകളിലേക്ക് കയറി. മുന്നോട്ട് വാതിൽ ലോക്കായിരുന്നു. ആദ്യം കതകിന് മുട്ടി, എന്നാൽ തുറന്നില്ല. ആമി, കതക് തുറക്ക്. ഇത് എനിക്കും ഡ്രസ് ചെയ്യാനുള്ളതാണ്. ഓ, ഇതെ തുറക്കുവാ, ഒന്ന് അടങ്ങ്. ആദ്യം വിളിച്ചു പറഞ്ഞു കേട്ട് ആമി മറുപടി കൊടുത്തു. വാതിൽ തുറന്നു. സാരി ഉടുക്കൽ മഹാമയം പകുതിയായിട്ടേ ഉള്ളൂ. അവൾ ഒന്നാകെ ഭാരിച്ചുറ്റി നിൽപ്പാണ്. വാതിൽ തുറന്നുകൊണ്ട് അവൾ കണ്ണാടിക്ക് മുൻപിലേക്ക് നീങ്ങി. ആരുവിനെ കട്ടിലിരുത്തി ചോക്ലേറ്റ് പൊളിച്ചു കൊടുത്തു. ആദ്യം ആമിയുടെ അടുത്തേക്ക് നടന്നു. കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുന്ന ആമിയുടെ പുറകിൽ ചെന്ന് അവളെ വട്ടം ചുറ്റി പിടിച്ചു. അവളുടെ നഗ്നമായ വയറിൽ അവൻ്റെ കൈ പതിഞ്ഞു. അവൻ്റെ കയ്യിലെ ചൂട് അവളിലേക്ക് പടരാൻ തുടങ്ങി. ആദ്യ താടി അവളുടെ തോളിൽ കുത്തി നിന്നു. കളിക്കാതെ ആദ്യേട്ടാ, കുഞ്ഞടുത്തുണ്ട്, അവൾ ഗൗരവമുട്ട് കുറയ്ക്കാതെ പറഞ്ഞു. അവൻ ആ ചോക്ലേറ്റ് മുഴുവൻ കഴിഞ്ഞാലേ അതിൽ നിന്ന് തലയുയർത്തു. അതോർത്ത് എൻ്റെ കൊച്ചു ടെൻഷനാവണ്ട, അവളുടെ കാര്യത്തിൽ മൂക്കുരസിക്കൊണ്ട് പറഞ്ഞു. സമയം എത്രയായിരുന്നു വിചാരം, നമുക്ക് പോവണ്ടേ? പൊട്ടി വന്ന ചിരി മറച്ചുകൊണ്ട് ആമി ചോദിച്ചു കേട്ട് ആരെയൊന്നും പറഞ്ഞില്ല. അവളുടെ കഴുത്തിൽ ഒതുക്കി വെച്ച സാരി അവൻ്റെ ഒരു കൈകൊണ്ട് താഴേക്ക് ഇട്ടു. എന്ത് പണിയെ കാണിച്ച് നല്ല വൃത്തിക്ക് നുറിഞ്ഞു വെച്ചതാ. ആമി തലചരിച്ച് അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. ഇങ്ങനെ നോക്കാതടി, അല്ലെങ്കിൽ തന്നെ എനിക്ക് കൺട്രോളില്ല. ആദ്യം അവളുടെ കവിൾ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഈ മനുഷ്യന് നാണോ മാനോ ഒക്കെ എവിടെ പോയി എൻ്റെ ഭഗവതി? ആമി ആരോടൊന്നില്ലാതെ പറഞ്ഞു. ആദ്യം അതിന് വെറുതെ ചിരിച്ചു. ഒരു സാധനം കാണിച്ചു തരട്ടെ? ആദ്യം അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞു. അവൾ എന്താണെന്ന അർത്ഥത്തിൽ അവനെ നോക്കി. പോക്കിൽ നിന്നൊരു പേപ്പർ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവൾ അത് വാങ്ങിയതും അവൻ അവൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. ആമി ആ പേപ്പർ തുറന്ന് നോക്കി. ആദ്യേട്ടാ, വിശ്വാസം വരാതെ ആമി അവനെ നോക്കി വിളിച്ചു. അതേ ആമി, ചോദിച്ചു വാങ്ങിയ ട്രാൻസ്ഫറാണ്. മതി ഇവിടെ, നമുക്ക് പോവാം നമ്മുടെ നാട്ടിലേക്ക്. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ മതി ഇനി അങ്ങോട്ട്. അവൻ്റെ ശബ്ദത്തിൽ ഒരു സങ്കടം നിറഞ്ഞിരുന്നു. ആമി അവൻ്റെ കവിൾ പതിയെ തലോടി. ഒരുപാടായി കൊടുത്തിട്ട് ഓരോ കാരണം പറഞ്ഞ് നീണ്ടുപോയി. ഇന്ന് അപ്പ വിളിച്ചത് അതിനായിരുന്നു. അതാ പെട്ടെന്ന് തന്നെ പോയത്. ആദ്യം പറഞ്ഞല്ല ആമി കേട്ടു നിന്നു. അപ്പോൾ ഇനി നമ്മൾ ഇവിടേക്ക് തിരിച്ചു വരില്ലല്ലേ? ആമി മുറി ഒന്നാകുമെന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. വരണം, പക്ഷെ ഇവിടെ താമസിക്കാനല്ല, ഇവിടുത്തെ അതിഥികളായി. ആദ്യം അത്രമാത്രം പറഞ്ഞ് അവളിൽ നിന്ന് അകന്ന് കട്ടിലിരുന്നു. അപ്പ എന്തു പറഞ്ഞു? ആമി ചോദിച്ചു കേട്ട് അവൻ്റെ മടിയിലിരുന്നു. ഒന്നും പറഞ്ഞില്ല. ഒഴിവാക്കി പോവുകയല്ല എന്നും കാണാൻ വരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു. എൻ്റെ അച്ഛനും അമ്മയും അവിടെയാണ് ആമി. അവർക്ക് പ്രായം ചെന്ന് വരികയാണ്. ഞാൻ കൂടെ വേണം, അല്ല നമ്മൾ കൂടെ വേണം. ഇനി അങ്ങോട്ട് നമുക്ക് അവിടെ മതി. ആദ്യം പറഞ്ഞു കേട്ട് ആമി അവൻ്റെ കഴുത്തിൽ കൈ ചുറ്റി നെഞ്ചിലേക്ക് ചാരിയെന്നു. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ആദ്യേട്ട. ആമി പറഞ്ഞു കേട്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു. കഴിഞ്ഞച്ചോ? പുറകിൽ നിന്ന് ആരുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ രണ്ടുപേരും തിരിഞ്ഞു നോക്കി. കയ്യിലും മുഖത്തെല്ലാം ചോക്ലേറ്റ് തേച്ച് രണ്ടുപേരെയും നോക്കി വെളുക്കിനെ ചിരിച്ചു. ആമി അതിൽ നിന്ന് അകന്നു മാറി. അവനെ കയ്യിലെടുക്കാൻ തോന്നിയപ്പോൾ ആദ്യം അതിനെ വിലക്കി.
നീ ഒരുങ്ങിക്കോ, ഞാനിവനെ കഴുകിച്ചോളാം, ആദ്യം അവനെടുത്തോണ്ട് പറഞ്ഞു. ആമി ആ വീടിന്റെ ഓരോ മുക്കുമൂലയും കണ്ണോടിച്ചു. അവളുടെ കണ്ണുകൾ വിഷാദം നിറഞ്ഞിരുന്നു. എന്തുപറ്റി? ആദ്യം ചോദിച്ചു കേട്ട് അവൾ അവനെ നോക്കി ഒരു മങ്ങിയ ചിരി ചിരിച്ചു. ഇവിടെ എന്തോരോ ഓർമ്മകളാണുള്ളത് അല്ല ആദ്യേട്ടാ. ഞാൻ നിങ്ങൾ ഇവിടെ ഒന്നാകെ നിറഞ്ഞു നിൽക്കുന്ന പോലെ തോന്നുക. ഇവിടെ വെച്ചല്ലേ ഞാൻ നിങ്ങളെ അറിഞ്ഞത്, നിങ്ങളെ സ്നേഹം അറിഞ്ഞത്, ഞാനും നീമെന്നത് നമ്മളായി മാറിയത്. അവൾ നടുമുറ്റത്തെ തൂണിലും കൈവച്ചുകൊണ്ട് പറഞ്ഞു. നമ്മുടെ സ്വർഗത്തിൽ ഇനി നമ്മൾ വെറും അതിഥികളാണല്ലേ. ആമിയുടെ ശബ്ദം ഇടറിയിരുന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. ആമി, കത്രിയുടെ ശബ്ദം കേട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുമല്ലേ? കത്രിയെ ചോദിച്ചു കേട്ട് ആദ്യം ആമിയും ചിരിച്ചു. ഇച്ചാൻ പറഞ്ഞായിരുന്നു. കത്രിയുടെ മങ്ങിയ ചിരിയോടെ പറഞ്ഞു. അമ്മയുടെ അച്ഛൻ്റെയും കൂടെ നിൽക്കാനല്ലേ, അതാ നല്ലത്. പക്ഷെ ഈ അമ്മനെയും അപ്പനെയും മറന്നു പോവല്ലടാ. കത്രീൻ ആദ്യയുടെ കവിളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഞങ്ങൾ വരും അമ്മേ. ആദ്യം അവരെ സമാധാനിപ്പിച്ചു. ഇനി ഇങ്ങോട്ട് അടുത്തൊന്നും ഉണ്ടാവില്ലേ? നാളത്തെ പരിപാടി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ ഒരു വരവ് വരും. ഇവിടെ ചില ഫോർമാലിറ്റീസൊക്കെ ക്ലിയർ ആക്കാനുണ്ട്. ആദ്യം മറുപടി പറഞ്ഞു. അമ്മച്ചിയുടെ കൊച്ചുണ്ടാപ്പുരം പോവാനുടാ. അമ്മച്ചി മറന്നു പോവോ? അമ്മച്ചിയുടെ കൈകൾ ആരവിനെ കുഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. മറന്നോവില്ല, നമ്മൾ കുഞ്ഞാവനെ കണ്ട് ഓടി വരാട്ടോ. അമ്മച്ചി കയ്യണ്ട, അച്ഛൻ ചോക്ലേറ്റ് വാങ്ങിത്തരും, അവൻ കത്രിയെ നോക്കി പറഞ്ഞു. അവർ അവന്റെ കവിളിൽ ചുംബിച്ചു. തിരിച്ചവനും നൽകി. നീലോട് പറയണേ അമ്മേ, ആമി പോകുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു. അതേസമയം മാട്ടിന്റെ കാർ അവിടേക്ക് കയറി. ആമി ആരുവിനെയും കൂട്ടി കുടമാളൂർ അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കണ്ണു നിറഞ്ഞിരുന്നു. എന്തെങ്കിലും വരുമ്പോൾ കാണാൻ വരാമെന്ന് പറഞ്ഞു കയ്യിൽ നേരത്തെ എടുത്തു വെച്ച വെറ്റില ഏൽപ്പിച്ചവൾ തിരിഞ്ഞു നടന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. ആമിയുടെ കണ്ണുകൾ വീണ്ടും ആ വീട്ടിലേക്ക് നിന്നു. കണ്ണുകൾ അടിച്ചവളെ സീറ്റിലേക്ക് ചാരിയിരുന്നു. അവിടെ വന്നത് മുതൽ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് വന്നു. ആദ്യം അവളെ നോക്കി, പിന്നെ പുറകിലിരിക്കുന്ന ആരവിനെയും. രാത്രിയോട് അടുത്തപ്പോഴാണ് അവർ കൂടണഞ്ഞത്. അപ്പോഴേക്കും ആരവ് ആവിയുടെ മാറിൽ ചേർന്ന് ഉറക്കം പിടിച്ചിരുന്നു. അവൾ അവനെയും എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി. രാവിലെ തന്നെ ആമിയും ആദ്യം കുഞ്ഞിനെയും കൊണ്ട് ക്രിസ്റ്റിയുടെ ഇടവകയിലെ പള്ളിയിലേക്ക് പോയി. അവിടെ ക്രിസ്റ്റിയുടെ കുഞ്ഞിൻ്റെ മാമോദിസ ചടങ്ങാണ്. ആബിയും ആൽബിയും എല്ലാം ഇന്നലെ തന്നെ വന്നിട്ടുണ്ട്. ക്രിസ്റ്റി ഇടുക്കിയിലേക്ക് തന്നെ മാറി. ആ വീട് അടച്ചുപൂട്ടിയിടരുതെന്ന് മിലിയുടെ വാശിയായിരുന്നു. 2 വർഷത്തോളമായി അവർ ഇവിടേക്ക് മാറിയിട്ട്. പ്രസവത്തിന് മിലി അവളുടെ വീട്ടിലേക്ക് പോവില്ലെന്ന് പറഞ്ഞു. എല്ലാവരും അതിനെതിർത്തെങ്കിലും ക്രിസ്റ്റിയെ തനിച്ചേർത്ത് പോവാൻ പറ്റില്ലെന്ന് തീർത്ത് പറഞ്ഞപ്പോൾ എല്ലാവരും അതിന് സമ്മതിച്ചു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ക്രിസ്റ്റിയും മിലിയും കുഞ്ഞിനെയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ആമി ആരുവിന്റെ പുറകെയുള്ള ഓട്ടത്തിലായിരുന്നു. അവിടേക്കാണ് നന്ദനും ചാരും അവരുടെ മകളായ കൃപയും വന്നത്. ആമി ആരവിനെയും എടുത്ത് അവരുടെ അടുത്തേക്ക് വന്നു. എന്താണ് കുഞ്ഞിന്റെ പേര്? ചാരുമിനിയുടെ കയ്യിലുള്ള കുഞ്ഞിനെ തലോടിക്കൊണ്ട് ചോദിച്ചു. ഇവാൻ ക്രിസ്റ്റി കളത്തിങ്കൽ. ക്രിസ്റ്റിക്ക് അമ്മയോട് പറഞ്ഞു. ചാരുവിനെ കളിയാക്കാനും മറന്നില്ല. ഇച്ചാ വേണമെങ്കിൽ അവനെ പിടിച്ചോ, എന്നെ കൊണ്ടൊന്ന് വയ്യ. ആബി ചാടിത്തുള്ളി അവരുടെ അടുത്തേക്ക് വന്നു. കയ്യിൽ ടവലിൽ പൊതിഞ്ഞൊരു കുഞ്ഞുണ്ട്. ആൽബി ഓടി പടികളിറങ്ങുന്ന ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവളുടെ പുറകെയായി വന്നു. എന്നതാടി, നീ അങ്ങ് ക്ഷീണിച്ചല്ലോ, ആമി അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. കളിയാക്കിക്കോ, നിനക്കും വരും ഒരു കാലം. ഒന്ന് അങ്ങോട്ട് പോകാൻ മറ്റേത് ഇവിടെ കിടന്ന കാര്യം എന്നെ കൊണ്ട് വയ്യാതായി. ഷടാ, നമുക്ക് 5 കുഞ്ഞുങ്ങൾ വേണ്ടയോ? ഓരോ വർഷം ഓരോന്ന്. അതല്ലേ നീ കണ്ട കിനോഷി? മില അവളെ ചൊറിയാനെന്നവണ്ണം പറഞ്ഞു. ആബി അവളെ നോക്കി പല്ല് കടിച്ചു. ആൽബിക്കും ആബിക്കും 2 കുഞ്ഞുങ്ങളാണ്. മൂത്തത് മകനാണ് ഹൃദിക് ജോൺ ആൽബിയൻ, 3 വയസ്സായി. ഇപ്പോൾ ഒരു പെൺകുഞ്ഞു കൂടെ ഉണ്ട്. 4 മാസം പ്രായം വരുന്ന റൂഹിൻ എൽസ ആൽബിൻ. എല്ലാവരും അവളെ അവസ്ഥ കണ്ട് ചിരിച്ചുപോയി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ക്രിസ്റ്റിയുടെ വീട്ടിലേക്ക് മാറി. പവിയും സച്ചിയും എത്തിയിരുന്നു. എല്ലാവരും ഒന്ന് ഒരുമിച്ച് ഒരുപാട് നേരം ചിലവഴിച്ചു. ഹൃദിക്കുമാരും പണ്ടേ കൂട്ടായിരുന്നു. കൃപ അവിടെ ചേച്ചിക്കുട്ടിയായി അവിടെ പുറകെ തന്നെയുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷമുള്ള ഒരു ഒത്തുചേരൽ അവർ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോയി. കളിയും തമാശയും അടിയും പിണക്കവുമായി അവരൊന്നിച്ച് ഒരുപാട് നേരം. ആമി എല്ലാവരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി. അന്നാദ്യമായി ഓരോരുത്തരെയും കണ്ടത് അവളുടെ ഉള്ളിലേക്ക് വന്നു. ഒരു ചിരിയോടെ അവൾ നന്ദന്റെ തോളിലേക്ക് ചാരി. ആബി ആദിയുടെ അടുത്ത് തന്നെയുണ്ട്. മിലിയാണെങ്കിൽ ആൽബിയെ ചൊറിഞ്ഞു നിൽക്കുന്നു. പവി ക്രിസ്റ്റിയുടെ അടുത്തായി തന്നെയുണ്ട്. ഇതിനെല്ലാം സാക്ഷിയായി ചിരിയോടെ സച്ചിനും ചാരുവും. ആദ്യം ഇവിടേക്ക് ട്രാൻസ്ഫർ വാങ്ങിയ കാര്യം പറഞ്ഞപ്പോൾ ആബിക്ക് സങ്കടമായെങ്കിൽ മിലിക്ക് സന്തോഷമായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ അവിടെ തനിച്ചല്ലേ, ആബി ആൽബിയെ നോക്കി വേദനയോടെ പറഞ്ഞു. ആദ്യം അതിനെ അവളെ സമാധാനിപ്പിച്ചു. വൈകുന്നേരത്തോടെ അടുത്തപ്പോൾ തന്നെ ആൽബിയും ആബിയും കോഴിക്കോട്ടേക്ക് തിരിച്ചു. പുറകെയായി ആദിയും ആമി ഇറങ്ങി. പോകുന്ന വഴിയിൽ ആമിയുടെ വീട്ടിൽ കയറിയിട്ടാണ് ആദിയും ആമിയും പോയത്. വേണുമാഷിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. രേണു തോട്ടത്തിലെ പണി നിർത്തി. അത് ആദിയുടെ നിർബന്ധം കൊണ്ടാണ് നിർത്തിയത്. കുട്ടൻ 2 വർഷം മുമ്പേ കല്യാണം കഴിച്ചു. വൃന്ദ ചന്തുവിന്റെ കല്യാണം ഉറപ്പിച്ചു. പെണ്ണിന്റെ പഠിപ്പ് കഴിഞ്ഞ് കാത്തിരിക്കുകയാണ് കല്യാണത്തിന്.
ചന്തുവിന്റെ എല്ലാ ഉടായ്പിനും കൂട്ടി നിൽക്കുന്ന പറ്റിയ പെണ്ണാണെന്ന് ആമിയുടെ വല്യമ്മയുടെ പറച്ചില്. അവൻ തന്നെ കണ്ടുവച്ചതാണ്. പേര് അനഘ. അവർ അന്ന് രാത്രിയോടെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നീ എന്നാ തിരിച്ചു പോണത്? ഉമ്മറത്തിരുന്ന് എല്ലാവരും സംസാരിക്കുന്നിടയിൽ ആദ്യയോട് എന്ത് ചോദിച്ചു. ഇനി ഞങ്ങൾ പോണില്ല, ആദ്യം ഒരു കൂസില്ലാതെ പോലെ പറഞ്ഞു. എല്ലാവരും അവനെ നോക്കി. ഇനി ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും എൻ്റെ ചിന്നാപ്പിൻ്റെയും കൂടെ ഇവിടെ തന്നെ കാണും. ആദ്യം പറഞ്ഞു കേട്ട് എല്ലാവരിലും സന്തോഷം നിറഞ്ഞു. പ്രത്യേകിച്ച് ചിന്നനെ. ആദ്യം കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന തിരക്കിലാണ് അവൻ. ഒരുപാട് നേരം സംസാരിച്ചു. ഇതാ മോളെ, മോനെ കൊണ്ടുപോയി കിടത്ത്, ഉറങ്ങിയിട്ടുണ്ട്. തൻ്റെ മാറിൻ ചൂടിൽ കിടന്നുറങ്ങുന്ന ആരവിനെ കാണിച്ചുകൊണ്ട് എന്തു പറഞ്ഞു. ആമി അവനെ എടുത്ത് അകത്തേക്ക് കയറി. പുറകെയായി ഓരോരുത്തരും. പുറത്ത് മഴ തകൃതിയായി പെയ്തു. ആ തണുപ്പിൽ ആദിയുടെ നെഞ്ചിൻ ചൂടിൽ ആമി വിയർത്തൊലിച്ചു. അവൻ്റെ പ്രണയം അവളിലേക്ക് ഒരു പേമാരിയായി പെയ്തിറങ്ങി. എന്തൊക്കെയാ ആദ്യേട്ടാ നമ്മുടെ ജീവിതത്തിൽ നടന്നത്? കഴിഞ്ഞല്ല ഓർക്കുമ്പോൾ ഞെട്ടലങ്ങ് വിട്ടുമാറുന്നില്ല. ആമി അവനെ നെഞ്ചിൽ തലവെച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യമൊന്നും പറഞ്ഞില്ല. അവൾ ചേർത്ത് പിടിച്ചു. ആരവിന്റെ കരച്ചിൽ ഉയർന്നു. ആദ്യ കുഞ്ഞിനെ എടുത്ത് അവന്റെ നെഞ്ചിലേക്ക് കിടത്തി. ആമി ചിരിയോടെ രണ്ടുപേരെയും നോക്കി നിന്നു. പിന്നെ എന്നിട്ട് പുതപ്പ് വാരി ചുറ്റി ബാൽക്കണിയുടെ വാതിൽ തുറന്നു. പുറകെ കുഞ്ഞിനെയും തോളിലിട്ടുകൊണ്ട് ആദിയും. ആമി ഒരു കൈകൊണ്ട് അവൻ ചേർത്ത് നിർത്തി. നമ്മൾ ഒന്നായ വഴിയോർക്കെ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥ തന്നെ, അവൾ ചിരിയോടെ പറഞ്ഞു. ആദിയും ചിരിച്ചു. ഒരിക്കലൊരു പ്രണയം നമ്മെ വേദനിപ്പിച്ച് കടന്നു കളഞ്ഞു, ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. അന്ന് ഇവരുടെ ഹൃദയത്തിൽ ചേക്കേറിയ നോവിനെ മായ്ച്ചു കളയാൻ ഇന്നൊരു ശക്തിയെ കഴിഞ്ഞുള്ളൂ. ആദി പറഞ്ഞു കേട്ട് അവൾ സംശയത്തോടെ അവനെ നോക്കി. നാം അറിയാതെ, ഇരുമനം അറിയാതെ കോർത്തിണക്കി നമ്മുടെ സിരകളിൽ അടങ്ങാത്ത പ്രണയം. ആദിയുടെ കൈകൾ അവളെ അവളിലേക്ക് ചേർത്ത് നിർത്തി. ആ മരം വീൺ തണുപ്പിൽ അവൾ തോളോട് ചേർന്നിരുന്നു. അവൻ്റെ നെഞ്ചിൻ ചൂടിൽ ഉറങ്ങുന്ന തങ്ങളുടെ ജീവനെ നോക്കി. ഒരിക്കലും വേർപിരിയാതെ